നമുക്കിന്ന് മാതള നാരങ്ങ കൊണ്ട് എങ്ങനെ കറി വെക്കാന്നുള്ളത് നോക്കാം. ഇത് ചോറിനുണ്ടെങ്കിൽ എൻ്റെ സാറേ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, പിന്നെ എടുത്തിരിക്കുന്നത് മാതള നാരങ്ങ. ഇതിനിപ്പോൾ മാതള നാരങ്ങ ചില സ്ഥലത്തിൽ പൊമഗ്രനേറ്റ് എന്നാണ് പറയുക. ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ വലിയ നാരങ്ങ, ഈ കയ്പുള്ള കറി വയ്ക്കാൻ പോകുന്നത്. ഇതിന് തൊലി ചെത്തി ചെറുതായിട്ട് അരിഞ്ഞിടണം. ഇതിപ്പോൾ വട്ടത്തിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസായിട്ട്, ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയാണുള്ളതെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി 2 പീസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞാലും മതി. ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ മുറിച്ചിട്ട് ഇനിയാണ് നമ്മൾ ചെറുതായിട്ട് അരിയാൻ പോകണം. അതിന് വേണ്ട വേറെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. 2 വലിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ഈ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വെളുത്തുള്ളി 2 വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 പച്ചമുളക്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെച്ചാൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെന്താ അടുപ്പത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ച വെള്ളം, അതിൻ്റെ കൂടെ ഒരു 3 ഗ്ലാസ് വെള്ളവും അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് നന്നായിട്ട് തിളക്കണം. ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ നാരങ്ങയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ഇത് തിളക്കാനായിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇതിപ്പം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് ആക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് ആകുമ്പോഴേക്കും നമുക്ക് ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ആഡ് ആക്കിയാൽ മതി. കണ്ടോ, ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല കുറച്ച് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇട്ട് അപ്പം തന്നെ വേഗം വാങ്ങണം, ഇല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അധികം നമ്മൾ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് വാങ്ങണം, അല്ലെങ്കിൽ നന്നായിട്ട് കയ്പ്പ് ടേസ്റ്റ് വരും. സോ അത് നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിൽ. അച്ചാർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തിള വരണം. തിളച്ചിട്ട് നമുക്ക് അതുപോലെ ഒന്ന് വാങ്ങി വയ്ക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച to 10 ദിവസം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി പുറത്ത് വെക്കുകയാണെങ്കിൽ 3 ദിവസം വരെ കേടുകൂടാണ്ട് ഇരിക്കും. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം ശർക്കര ആഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം കുറച്ച് കയ്പുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങി വെച്ച് ശർക്കര ആഡ് ചെയ്തിട്ട് ഇതിലേക്കിനി വറുത്തിടാൻ എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. വാങ്ങി വെച്ചിട്ടുണ്ട്. കളർ കണ്ടോ, നല്ല റെഡ് കളറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. അധികം ലൂസും അല്ല, അധികം കട്ടിയിലും അല്ല, ഈ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ. ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. വറുത്തിടാനായിട്ട് എന്താ വേണ്ടതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ആഡ് ആക്കണം. വറുത്തിടാനായിട്ട് നമുക്ക് വേണ്ടത് കടുക്, ഉലുവ, പിന്നെ ഒരു 3 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും. അത് നിങ്ങൾക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷേ കറിവേപ്പില ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ടേസ്റ്റും നമുക്ക് കിട്ടും. ചൂടായിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതൊന്ന് ചൂടായി വന്ന് ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവയും മുളകും ഒക്കെ ചേർക്കാം. ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നാടൻ വിഭവമാണ്, നാടൻ കറിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ എടുത്താലേ ആ ഒരു നാടൻ രുചി നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്, എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധാരണ കറിയിൽ വറുത്തിടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇപ്പം നമ്മൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്കിനി ചെറുതായിട്ട് മുറിച്ച് വെച്ച ചുവന്ന മുളകും ഉലുവയും ഇടാം. കുറച്ച് കറിവേപ്പില ചപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിലരിതിൽ നമ്മളിവിടെ ഡയറക്റ്റ് ഉലുവയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ചിലർ ഉലുവപ്പൊടിയും ഉപയോഗിക്കാറുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.
പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാൻ നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാൻ നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. പൂനല്ലൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്ന പൂമാലൈ പമ്പാതീരത്തിൽ. മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്ന പൂമാലൈ പമ്പാതീരത്തിൽ. തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി. തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി. പൂക്കളം പാടിടും പൂമുറ്റം തോറും നീ വരൂ പൂവാലൻ തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. നീ വരൂ പൊന്നോണത്തുമ്പി.